തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരസഭ മുനിസിപ്പാലിറ്റി 4 മുനിസിപ്പാലിറ്റികളാണുള്ളത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് 26 ഡിവിഷനുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് 11 ഡിവിഷനുകൾ, ഗ്രാമപഞ്ചായത്ത് 73 എണ്ണം. ഇതാണ് ആകെ ചിത്രം. ഇനി നമുക്ക് നഗരസഭയിലേക്ക് വന്നാൽ, നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. LDF 56, BJP 34, UDF 10. BJP 2ാം സ്ഥാനത്താണ്. പ്രധാന പ്രതിപക്ഷം BJP ആണ് തിരുവനന്തപുരം നഗരസഭയിൽ. കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. അവിടെ ദയനീയ പ്രകടനമായിരുന്നു കോൺഗ്രസിൻ്റേത്. ഇതാണ് നഗരസഭയിലെ കക്ഷിനില. 30 വർഷമായി ഇടതുമുന്നണിയാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത്. അവിടെ കടുത്ത പോരാട്ടമാണ്, ഉദ്വേഗജനകമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരസഭ. വാർഡ് പുനർനിർണയത്തിൽ ഒരു വാർഡ് കൂടി 101 ആകും. കേരളത്തിലെ ഏറ്റവും ഉദ്വേഗജനകമായ പോരാട്ടം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഉദ്വേഗജനകമായ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. BJPക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ള, BJP നന്നായി പണിയെടുക്കുന്ന ഇടമാണ്. ജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ BJP അവിടെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അധികാരം പിടിക്കണമെന്ന് അമിത്ഷായുടെ ആഹ്വാനം തന്നെയുണ്ട് അവിടെ. രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് രാജീവ് ചന്ദ്രശേഖറിന് ഈ തെരഞ്ഞെടുപ്പ്. കാരണം ഏറ്റവും BJPക്ക് പ്രതീക്ഷയുള്ള ഇടമാണ്. അവിടെ വിജയം നേടിയാൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ കൂടി ആധിപത്യം ഉറപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ് തിരുവനന്തപുരം നഗരസഭയിലൂടെ. ഉപതെരഞ്ഞെടുപ്പിൽ വെള്ളാർ വാർഡ് നഷ്ടമാകുന്നത് നമ്മൾ കണ്ടു. 70ഓളം A+ വാർഡുകൾ കണ്ടെത്തി BJP അതിശക്തമായ പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടത്തുന്നത്. നിരവധി പ്രശ്നങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ നമ്മൾ കണ്ടു. വലിയ സമരങ്ങൾ കണ്ടു. SC/ST ഫണ്ട് തട്ടിപ്പടക്കമുള്ളവ, പിൻവാതിൽ നിയമനം, കത്തുവിവാദം അടക്കമുള്ളവ, ലാപ്ടോപ്പ് നിയമന വിവാദം, നികുതി തട്ടിപ്പ്, ഒപ്പം നമ്മൾ മേയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ കണ്ടു. അതിൽ പ്രധാനമാണ് മേയറും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കം. ഇപ്പോൾ എല്ലാവരുടെയും ഓർമ്മയിൽ കാണും. ആര്യ രാജേന്ദ്രൻ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നത് ആ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിലെ കീറാമുട്ടികളായി ഇപ്പോഴും മാലിന്യ നീക്കം നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം. തെരുവുനായ ശല്യം, വെള്ളക്കെട്ട് പ്രശ്നം, ഇതൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ കീറാമുട്ടികളായി നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷ എങ്കിൽ പോലും ഇടതുപക്ഷം വച്ച് പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ 30 കൊല്ലമായി ഇടത് കോട്ട തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. 4 ഉപതെരഞ്ഞെടുപ്പിലും LDFന് ജയം കിട്ടി എന്നുള്ള കാര്യം, 5000 കോടി രൂപയുടെ വികസന പദ്ധതികൾ, ഇതിലൊക്കെ തന്നെയാണ് ഇടതുപക്ഷം പ്രതീക്ഷ അർപ്പിക്കുന്നത്. വാട്ടർ പ്ലസ് അംഗീകാരം നേടിയ കേരളത്തിലെ ഏക നഗരമാണ്. 2022-23 മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫിയും കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്. UN ആഗോള നഗര സുസ്ഥിര വികസന അവാർഡ് അതും കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്. അപ്പോൾ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷമുള്ളത്. UDFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു മോശം അവസ്ഥയിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ UDF ഉള്ളത് എന്ന് പറയേണ്ടി വരും. അവർ 3ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്താണ് BJP ഉള്ളത്. 3ാം സ്ഥാനത്തായി പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ് UDFന് അവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ 2010 മുതലുള്ള കണക്ക് നോക്കിയാൽ 2010-ൽ 40 സീറ്റ് ഉണ്ടായിരുന്നത് 2015 ആയപ്പോൾ 21 സീറ്റായി കുറയുകയാണ്. 2020 ആയപ്പോൾ UDF 10 സീറ്റിലേക്ക് താഴുന്നു, 3ാം സ്ഥാനത്തേക്കായി പോകുന്നു. 2010 തെരഞ്ഞെടുപ്പിലെ നമ്മൾ ഒന്ന് വിശദമായി പരിശോധിച്ചാൽ LDF 51, സ്വതന്ത്രൻ 3, BJP 6, UDF 40. അന്ന് നോക്കണം, അന്ന് UDF 40 സീറ്റിൽ ഉണ്ടായിരുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. 2010-ലെ കക്ഷിനിലയാണ് പ്രേക്ഷകർ ഈ കാണുന്നത്.
അടുത്ത നമുക്ക് 2015 നോക്കാം. 2015 ഇതാ LDF 43, BJP 3-ാം സ്ഥാനത്തേക്ക് വരികയാണ്. വളരെ പെട്ടെന്ന് BJP ഉണ്ടാക്കിയ മുന്നേറ്റമാണത്. UDF വളരെ ദയനീയമായി 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. 21 സീറ്റ് മാത്രമാണുള്ളത്, ഒരു സ്വതന്ത്രൻ. BJPയുടെ വളർച്ച നമുക്കിതിൽ നിന്ന് വ്യക്തമാകും. 2015 BJP ആദ്യമായി 2-ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. 2020 LDF 56, BJP 34, UDF അതിദയനീയമായി 3-ാം സ്ഥാനത്തേക്ക്. 10 ഇടത്ത് മാത്രമാണ് UDF ഉള്ളത്. അങ്ങനെ 10 മെമ്പർമാർ മാത്രമാണുള്ളത്. അങ്ങനെ പ്രധാന പ്രതിപക്ഷമായി 2 ടേമിലും BJP മാറുന്ന കാഴ്ചയാണ് നമുക്ക് തിരുവനന്തപുരം നഗരസഭയിൽ കാണാൻ കഴിയുന്നത്. നമുക്കൊപ്പം ഇതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അവിടെ നിന്നും ചന്തു ചന്ദ്രശേഖർ കൂടി ചേരും. അതിനു മുമ്പ് നമുക്ക് മുനിസിപ്പാലിറ്റികളുടെ സ്ഥിതി കൂടി നോക്കാം. മുനിസിപ്പാലിറ്റി 4 എണ്ണമാണുള്ളത്. വർക്കല, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര. 4ഇടത്തും ഇടതു ഭരണമാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇടതുപക്ഷത്തിന്റെ ആധിപത്യം, മൃഗീയാധിപത്യമാണ് കാണുന്നത്. വർക്കല മുനിസിപ്പാലിറ്റിയിൽ 33 വാർഡ് നോക്കുക. CPM 11, CPI 1, കോൺഗ്രസ് 7, BJP 11, സ്വതന്ത്രൻ 3. ഇങ്ങനെയാണ് സ്ഥിതി. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി CPM 17 ഇടത്താണുള്ളത്. CPI 3 ഇടത്ത്, കോൺഗ്രസ് 6 ഇടത്ത് മാത്രം. BJP അവിടെ വളരെ കൃത്യമായി തൊട്ടു പിറകിൽ തന്നെയുണ്ട്. BJP വലിയ ഫൈറ്റ് നടത്തുന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി. വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഇടം കൂടിയാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി. നെടുമങ്ങാട് നോക്കിയാൽ CPM 24, CPI 3, കോൺഗ്രസ് 8, BJP 4. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ CPM 15, CPI 2, കോൺഗ്രസ് 17, BJP 9. കേരള കോൺഗ്രസ് എമ്മിന് അവിടെ ഒരു സീറ്റുണ്ട്, ഒരു സീറ്റാണ് ഉള്ളത്. വർക്കല, ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര ഈ സീറ്റുകൾ BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. നമ്മൾ ആ കണക്കുകൾ കണ്ടതാണ്. അവർ കോൺഗ്രസിന് അടുത്തായി തന്നെ ഉണ്ട്, പലയിടങ്ങളിലും തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ആറ്റിങ്ങൽ അടക്കമുള്ള ഇടങ്ങളിൽ അവർ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. നായർ, ഈഴവ വോട്ടുകളിൽ പ്രധാനമായും കണ്ണുവച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ BJP നടത്തുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, നമ്മൾ ഈ ചിത്രം പരിശോധിക്കുകയായിരുന്നു. മുനിസിപ്പാലിറ്റിയിലെയും ഒപ്പം നഗരസഭയിലെയും ചിത്രമാണ് പരിശോധിച്ചത്. ഇടതുപക്ഷത്തിന് മൃഗീയ ആധിപത്യം തന്നെ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും BJP വലിയ തോതിൽ പ്രതീക്ഷ വയ്ക്കുന്നതാണ് കാണുന്നത്. എന്തൊക്കെയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പൊതുവെ ജില്ലയിൽ ഉള്ളത്? ലക്ഷ്മി ഈ കണക്കുകളിൽ കൂടി വ്യക്തമാക്കിയതുപോലെ തന്നെയാണ് LDFന് വളരെ സ്വാധീനം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന്റെ ഭരണം, അത് തുടർ ഭരണം, ഈ പറഞ്ഞതുപോലെ 30 വർഷമായൊക്കെ തുടരുന്ന ഭരണം, അത് LDFനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വളരെ ആത്മവിശ്വാസം പകർന്നതാണ്. മറിച്ച് വലിയൊരു ഫൈറ്റ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന്റെ ഭരണം തുടരുന്നു എന്ന് പറയുമ്പോഴും BJP അവർക്ക് പിന്നാലെ തന്നെ ശക്തമായ ഒരു സ്വാധീനം അറിയിച്ചുകൊണ്ട് പിന്നാലെ വരുന്നു. അത് കഴിഞ്ഞ 3 തവണയായുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളെടുത്താൽ 2010 മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ അവരുടെ കണക്കിൽ അത് കൃത്യമായ വർധനവ് സ്വാഭാവികമായും ഉണ്ടായിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ വളരെ വലിയൊരു ഇടിവ് കോൺഗ്രസിനാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 2010 മുതൽ ഈ 2020 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴും LDFന് വളരെ കോട്ടം തട്ടിയിട്ടില്ല എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് അവരുടെ വോട്ടുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് LDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരിട്ടു എന്നത് നിസ്സംശയം എടുത്ത് പറയാം. അത്തരത്തിലാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും 2010 6 സീറ്റ് ഉണ്ടായിരുന്ന BJP ഇവിടെ 2020 ആവുമ്പോഴേക്കും 34 സീറ്റായി ഉയർത്തപ്പെടുന്നു. അത് 2015 അപേക്ഷിച്ച് ഒരു സീറ്റ് കുറയുമ്പോഴും LDF അവിടെ ഒരു മുൻതൂക്കം സ്ഥാപിച്ച് നിലനിൽക്കുന്നു എന്ന സാഹചര്യം എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPയുടെ പ്രകടനം അത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചായിരിക്കും പ്രധാനമായും ശക്തമായ ഒരു ഫൈറ്റ് ഉയർന്നു വരാനുള്ള സാധ്യത. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലോക്സഭാ MP ആയി മത്സരിക്കാൻ ഏറ്റവും ആവേശകരമായി മത്സരിച്ചതും ഈ BJPയുടെ കോർപ്പറേഷനിലെ ഒരു പ്രകടനവും അവരുടെ വാർഡുകളിലുള്ള
സ്വാധീനവും BJP-യുടെ ഈ വോട്ടുനിലയിലെ വർധനവും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു പ്രചോദനമായതും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ എങ്ങനെയെങ്കിലും പിടിക്കുക എന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുകയും വലിയ ഒരു മാസ് ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിക്കുകയും അല്ലെങ്കിൽ ഈ സദേൺ ജില്ലകളിലെ പ്രവർത്തകരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വലിയൊരു പുത്തരിക്കണ്ടം മൈതാനത്തൊരു പരിപാടി നടത്തുകയും അതിൽ പറയുകയും ഒക്കെ ചെയ്തതാണ് തിരുവനന്തപുരം പോലെ അവർ A+ ആയി കണക്കാക്കപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ അത് പിടിച്ചെടുക്കുക, മാത്രമല്ല ഈ തദ്ദേശ സ്ഥാപനത്തിൽ ഒരു കൃത്യമായ സ്വാധീനം അത് ഉണ്ടാക്കിയെടുക്കുക. അത് വിജയം എന്നത് തന്നെയാണ് അവർ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ച് പോകുന്നത്. തിരുവനന്തപുരത്ത് കോൺഗ്രസിനാണ്, അതായത് UDF-നാണ് ഏറ്റവും തിരിച്ചടി നേരിട്ടിട്ടുള്ളത്. പ്രധാന പ്രതിപക്ഷമായി നിന്ന കോൺഗ്രസ് 2010 പ്രധാന പ്രതിപക്ഷമായിരുന്നെങ്കിൽ അടുത്ത 2015 ആകുമ്പോഴേക്കും പിന്നോക്കം പോകുന്നു. അവിടെ BJP ഒരു ശക്തമായ പ്രതിപക്ഷമായി ഉയർന്നു വരുന്നു. ഏറ്റവും കൂടുതൽ കോട്ടം ഇവിടെ UDF-നാണ് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ UDF-ന് ഒരു അഭിമാന പോരാട്ടം കൂടിയായിരിക്കും ഇത്. അവരുടെ ഒരു തിരിച്ചുവരവ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുമോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വളരെ വലിയ പ്രവർത്തനങ്ങളും ഇതിനകത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ മുതലെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം ഒക്കെയാണ് അവർ മുന്നിൽ കാണുന്നത്. അത്തരം കണക്കുകൂട്ടലുകൾ തന്നെയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമുക്കിനി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തുകളിലേക്ക് പഞ്ചായത്തിൽ വന്നാൽ 26 ഡിവിഷനുകളാണ് ഉള്ളത്. കക്ഷിനില നോക്കാം. LDF 20, UDF 6, CPM അത് 15 ഇടങ്ങളിലാണുള്ളത്. CPI 4, കോൺഗ്രസ് 6, LJD ഉണ്ട്, അത് ഒരിടത്താണ് ഉള്ളത്. അങ്ങനെ കൃത്യമായ ആധിപത്യം. D. സുരേഷ് കുമാറാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇടതുപക്ഷത്തിന് കൃത്യമായ ആധിപത്യം. ജില്ലാ പഞ്ചായത്ത് രൂപവൽക്കരിച്ചതിന് ശേഷം 4 തവണ തുടർച്ചയായി ഇടതു ഭരണമാണ്. അങ്ങനെ കൃത്യമായ കോട്ട, ഇടതു കോട്ട എന്ന് തന്നെ പറയേണ്ടി വരും. 2010 UDF ആദ്യമായി ഭരണം പിടിച്ചു. 2015 LDF ഭരണം തിരിച്ചു പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. 2015 BJP-ക്ക് അവിടെ ഒരു ഡിവിഷൻ കിട്ടുകയുണ്ടായി. വെങ്ങാനൂർ ഡിവിഷൻ BJP-യുടെ ലതാകുമാരിയിലൂടെ BJP പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ 2020 തന്നെ BJP-ക്ക് വെങ്ങാനൂർ നഷ്ടമാവുകയും ചെയ്തു. മത്സരിച്ചത് നിലവിലെ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള S. സുരേഷാണ്. 2022-23 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അടക്കം കിട്ടി. ഇടതുപക്ഷം ഇപ്പോഴും വലിയ പ്രതീക്ഷ തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ വച്ചു പുലർത്തുന്നത്. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരൺ അവാർഡ് 3 തവണ തുടർച്ചയായി കിട്ടുകയുണ്ടായി. ഏതായാലും അവിടെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത്. ക്ഷേമ പെൻഷൻ വർധനയടക്കം ഇടതു സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വലിയ തോതിൽ ഗുണം ചെയ്യും. ഈ ഗ്രാമപ്രദേശങ്ങളിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഒരുപാടുള്ള ജില്ലാ പഞ്ചായത്ത് ആണ് അത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആ ഇടതുപക്ഷത്തിൻ്റെ ക്ഷേമ പദ്ധതികൾ ഗുണം ചെയ്യും എന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ നോക്കിയാൽ 11 അതിൽ വർക്കല പഞ്ചായത്ത് 13 ഡിവിഷനുകളിൽ CPM ആധിപത്യം. കോൺഗ്രസ് വളരെ ദയനീയമായ പ്രകടനമാണ്, 3 സ്ഥലത്ത് മാത്രമാണുള്ളത്. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നോക്കിയാൽ അവിടെ 8 CPM, CPI 6 കോൺഗ്രസ് 1 മാത്രമാണുള്ളത്. നമ്മൾ ഓർക്കണം, ഈ 11 ഉള്ളത് ഇടതുപക്ഷമാണ്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ അതിൽ CPM 10, CPI 11 ഇങ്ങനെയാണ് നില. കോൺഗ്രസ് 1, JDS അവിടെ 1 വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് നോക്കിയാൽ CPM 12, CPI 2, കോൺഗ്രസ് 1 ഇങ്ങനെയാണ്. എല്ലായിടത്തും ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് ശക്തമായ ആധിപത്യം. 11 ഇടതുപക്ഷത്തിനാണ്. മൃഗീയ ആധിപത്യമാണ്. വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിൽ 16 ഡിവിഷൻ ഉള്ളിടത്ത് CPM 5, CPI 3, കോൺഗ്രസ് 8. അവിടെ കുറച്ചുകൂടി ഭേദമാണ് കാര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചും. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് 13 ഡിവിഷൻ ഉള്ളതിൽ CPM 8, CPI 3, കോൺഗ്രസ് 1, സ്വതന്ത്രൻ 1. CPM 9 നേമം ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത്. CPI 1, കോൺഗ്രസ് 1, BJP 4, LJD അവിടെ LJD ഉണ്ട് 1. പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിൽ 14 ഡിവിഷനാണ് ഉള്ളത്. CPM 8, CPI 3, കോൺഗ്രസ് 3 ഇങ്ങനെയാണ് നില. അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 13 ഡിവിഷനാണുള്ളത്. CPM 8, CPI 1,
കോൺഗ്രസ് 2, BJP 2. കോൺഗ്രസും BJPയും അവിടെ ഒപ്പത്തിനൊപ്പമാണ് എന്ന് കാണാൻ കഴിയും. പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ 14 ഡിവിഷനുള്ളതിൽ CPM 9, CPI 3, കോൺഗ്രസ് 1, സ്വതന്ത്രൻ 1. ഇങ്ങനെയാണ് സ്ഥിതി. പലയിടത്തും കോൺഗ്രസ് ഒരു സീറ്റിലേക്ക് പിന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം മൃഗീയ ആധിപത്യം തന്നെയാണ് ഈ ബ്ലോക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ CPM 8, CPI 2, കോൺഗ്രസ് 3. BJPക്ക് 3 പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവിടെ 2 എണ്ണം ഇടതുപക്ഷം പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് 2 എണ്ണം ഇടതുപക്ഷം പിടിക്കുന്ന കാഴ്ച കണ്ടു. അത് കല്ലിയൂർ പഞ്ചായത്തിൽ BJP പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ 2023 ജൂണിലാണ് CPM അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. തുടർന്ന് CPM അവിടെ ഭരണം പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. BJP അംഗം സുധർമ്മയും കോൺഗ്രസ് അംഗം ശാന്തിമതിയും വിപ്പ് ലംഘിച്ച് LDF-നൊപ്പം നിൽക്കുന്ന കാഴ്ച കണ്ടു. കല്ലിയൂർ അങ്ങനെ 7.5 വർഷമായി BJP ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മുമ്പത്തെ ടൈമിലും കല്ലിയൂർ BJPക്കാണ് കിട്ടിയത്. പക്ഷേ 7.5 വർഷത്തെ ഭരണം ഇങ്ങനെ വിപ്പ് ലംഘിച്ച് 2 അംഗങ്ങൾ കൂറുമാറിയതോടുകൂടി ഇടതുപക്ഷം കല്ലിയൂർ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കരിവാരം നോക്കിയാൽ BJP പഞ്ചായത്ത് പ്രസിഡന്റായി V. ഷിബുലാൽ മാറിയിട്ടുണ്ട്. 2 BJP അംഗങ്ങൾ ഉൾപാർട്ടി പ്രശ്നങ്ങളെ തുടർന്ന് രാജിവെച്ചതിനെ തുടർന്ന് ആ കരിവാരം BJPക്ക് നഷ്ടമാകുന്ന കാഴ്ചയാണ് കണ്ടത്. രാജിവെച്ചത് വൈസ് പ്രസിഡന്റ് സിന്ധുവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തങ്കമണിയുമാണ്. പ്രസിഡന്റിനെതിരായ അഴിമതി കേസിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് LDF അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അങ്ങനെയാണ് കരിവാരം ഒരു കോൺഗ്രസ് അംഗവും 2 SDPI അംഗവും ഉൾപ്പെടെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് അവിടെ ഭരണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. BJPയുടെ ഷിബുലാലിന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്നു. കരിവാരത്ത് 2024 നവംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 വാർഡുകളും CPM പിടിച്ചെടുക്കുന്ന കാഴ്ച കണ്ടു. വിജയിച്ചത് ബേബി ഗിരിജയാണ്. ബേബി ഗിരിജയും വിജി വേണുവും വിജയിക്കുകയായിരുന്നു. കരിവാരത്ത് ഇടതുമുന്നണിക്കായി ജനതാദൾ S അംഗം S സജീർ പ്രസിഡന്റായി. വോട്ടെടുപ്പിൽ നിന്ന് 2 അംഗങ്ങൾ വീതമുള്ള കോൺഗ്രസും SDPIയും വിട്ടുനിൽക്കുകയായിരുന്നു അവിടെ. ചന്തുവിലേക്ക് പോയാൽ, ചന്തു, ഈ ബ്ലോക്കിൽ കോൺഗ്രസിന് ദയനീയ പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ തവണ മൃഗീയ ആധിപത്യം തന്നെയാണ് ബ്ലോക്കിലും നമ്മൾ കണ്ടത്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മൊത്തം പിക്ചർ പരിശോധിച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയാണോ ഇക്കുറിയും? ആ ഒരു വിജയം തുടരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണോ ഉള്ളത്? ഒപ്പം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയം UDF ഏത് നിലയ്ക്കാണ് കണക്കാക്കുന്നത്? അങ്ങനെ ഒരു മുന്നേറ്റം ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമടക്കം ചൂണ്ടിക്കാട്ടി അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് UDF പ്രതീക്ഷ വയ്ക്കുന്നുണ്ടോ? എന്താണ് ഈ മുന്നണികളുടെ ആത്മവിശ്വാസം ഏത് നിലയ്ക്കാണ് അവിടെ? ലക്ഷ്മി, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒരു പൊതുചിത്രം സ്വാഭാവികമായും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തനം വളരെ വിപുലമായി തന്നെ ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായും സർക്കാരിൻ്റെ വികസന പദ്ധതികളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേമ പെൻഷൻ വിതരണം മറ്റുമൊക്കെ നടന്ന സാഹചര്യമുണ്ട്. നേരത്തെ ഒക്കെ അത് മുടങ്ങി കിടന്നിരുന്നു, അല്ലെങ്കിൽ കാലതാമസം വന്നിരുന്നു എന്ന പരാതി UDF അടക്കം വലിയ ആക്ഷേപം ഉയർത്തിയിരുന്നുവെങ്കിലും ക്ഷേമ പെൻഷൻ വലിയ കാലതാമസമില്ലാതെ കിട്ടുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പല സ്ഥലങ്ങളിലും പ്രാദേശികമായ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു കാര്യം അത് എടുത്തു പറയാൻ തന്നെ കഴിയും. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന പല സ്ഥലങ്ങളിലും അത്തരത്തിലൊരു മാറ്റം പ്രാദേശികമായി ഉണ്ടായിട്ടുണ്ട്. അത് ബ്ലോക്കിലായിരുന്നാലും താഴെ പഞ്ചായത്ത് തലത്തിലായിരുന്നാലും ഒക്കെ അത് മാറിയിട്ടുണ്ട്. BJPക്ക് സ്വാധീനമുണ്ടായിരുന്ന പല സ്ഥലങ്ങളുമൊക്കെ അത്തരത്തിൽ മാറ്റം സംഭവിച്ചപ്പോൾ ഇടതുപക്ഷത്തിലേക്ക് ഒക്കെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രാദേശിക വിഷയങ്ങൾ ഏത് തരത്തിലാകും തെരഞ്ഞെടുപ്പിനെ ഈ തവണ ബാധിക്കുക എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. എങ്കിലും പൊതുവായ വലിയ വിഷയങ്ങൾ, അല്ലെങ്കിൽ കേരളം ഇതുവരെ ചർച്ച ചെയ്തതോ അല്ലെങ്കിൽ മറ്റു വലിയ വിഷയങ്ങളൊന്നും പ്രാദേശിക തല ഇലക്ഷനുകളിൽ സ്വാഭാവികമായും ഒരു പരിധിക്കപ്പുറത്തേക്ക് ബാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമായും താഴെത്തട്ടിലെ അടിസ്ഥാനപരമായ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് തന്നെയാകും ഈ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത്. നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയവും ആത്മവിശ്വാസവും അതൊക്കെ UDF പറയുന്നുണ്ടെങ്കിലും ഏത് തരത്തിലാകും ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിടുക എന്നത്
എന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നത് അത് സ്വാഭാവികമായും പ്രാദേശിക വിഷയങ്ങൾ തന്നെയായിരിക്കും ഒരു പരിധിയിൽ കൂടുതൽ അവർ ഉന്നയിക്കാനുള്ള സാധ്യത. മറിച്ച് BJP പരമാവധി പഞ്ചായത്തുകൾ പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ പരമാവധി സ്ഥലങ്ങളിൽ വിജയം കൈവരിക്കണമെന്ന ലക്ഷ്യവുമായി തൊട്ട് പിന്നാലെ നിൽക്കുന്നുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനെ അപേക്ഷിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും താഴെ ഗ്രാമപഞ്ചായത്തിലേക്കും ഒക്കെ പോകുമ്പോൾ BJPയുടെ സ്വാധീനം നേർത്തു വരുന്നതാണ് നമ്മൾ കാണുന്നത്. എങ്കിലും ഇത്തവണ അവർ പരമാവധി സ്ഥലങ്ങളിൽ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പേ ആരംഭിക്കുകയും ഒക്കെ ചെയ്തു. ഇത് UDFനെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന കാര്യം നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. പ്രധാനമായും വികസന പ്രവർത്തനങ്ങൾ, അതായത് ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിലായിരിക്കും LDF വോട്ട് പിടിക്കാൻ ശ്രമിക്കുക എങ്കിൽ ഈ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും. അത് പ്രാദേശിക വിഷയങ്ങൾ ഉൾപ്പെടെ ഓരോ സ്ഥലങ്ങളിലുമുള്ള പ്രാദേശിക വിഷയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും UDF ഒരു വോട്ടുപിടുത്തത്തിനുള്ള ശ്രമം നടത്തുക. അപ്പോഴും ഒരു മാറി ചിന്തിക്കണമെന്ന കാര്യവും കേന്ദ്രത്തിലെ വികസനം അത് താഴെത്തട്ടിലേക്ക് എത്തിക്കണമെന്ന ഒരു ആശയവുമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നതും. ആ ഒരു ആശയത്തിലൂന്നിയായിരിക്കും BJPയുടെ പ്രവർത്തനം. എന്തായാലും വളരെ ശക്തമായ മത്സരം ഇത്തവണ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഒപ്പം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിലടക്കം BJP ഒരു മെയിൻ പ്ലെയറുമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ മാറി മറിയും എന്നറിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന്റെ വലിയ ആത്മവിശ്വാസമുണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇത്രയും തെരഞ്ഞെടുപ്പിന് ഇത്രയും അകലെ നിന്ന് ഒരു പ്രവചനമൊന്നും സാധ്യമല്ല. തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്നീ 2 ലോക്സഭാ മണ്ഡലങ്ങളും UDFന്റെ കൈവശമാണ് ഉള്ളത്. 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 ഇടത്തും കഴിഞ്ഞ തവണ LDF ആയിരുന്നു. കോവളത്ത് മാത്രമായിരുന്നു UDFന് കഴിഞ്ഞ തവണ ജയിക്കാൻ കഴിഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം പിടിക്കുന്നവർ സംസ്ഥാന ഭരണത്തിൽ ഏറുന്നതാണ് പതിവുള്ള ഒരു കാഴ്ച. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശാസൂചികയാവും എന്ന വിലയിരുത്തലാണ് ഏതായാലും രാഷ്ട്രീയ കേരളം ഉള്ളത്. നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് എത്തും. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.